ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ രാവിലെ എണ്ണീച്ചിട്ടുണ്ട്. ഇപ്പോൾ 11 മണിയായി. ഞാൻ ഒരു 10-10 ആയപ്പോൾ എണ്ണീച്ചാണ്. എനിക്കത് രാവിലെ ഒരു സ്ഥലം വരെ പോകാനുണ്ട്. സോ അതിനുവേണ്ടി ഫുൾ റെഡിയായി. ഒരു ഷോർട്ട് കുർത്തയും ജീൻസും വാച്ച് ബാഗൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട്. പക്ഷെ തൊണ്ടയ്ക്ക് നല്ല കിരിയിരിപ്പുള്ളതുകൊണ്ട് നമുക്ക് ആദ്യം എന്തെങ്കിലും ചൂടുവെള്ളവും പിന്നെ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം. ഞാൻ വെള്ളവും കുടിച്ചു, ഒരു പഴവും കഴിച്ചു. നമ്മളിനി പോവുകയാണ് ഗൈസ്. ഞാനി പോയിട്ട് വന്നിട്ട് നിങ്ങളോട് പറയാം എന്താ നടന്നോ ഇല്ലയോ ഒക്കെ. ഗൈസ്, നമ്മൾ പോയ കാര്യം നടന്നില്ല ഗൈസ്. അതിൻ്റെ ഒരു വിഷമമുണ്ട് എനിക്ക്. അതുകൊണ്ട് ഞാൻ കാര്യം എന്തോ നിങ്ങളോട് പറയണില്ല. പക്ഷേ നല്ല വിശപ്പുണ്ട്. അതുപോലെ തന്നെ എനിക്ക് തൊണ്ടയ്ക്ക് എഴുതുള്ളത് കാരണം തലയും മൂക്കും കണ്ണൊക്കെ നല്ല വേദനയുണ്ട്. പക്ഷെ നമുക്ക് ഫുഡ് എന്തെങ്കിലും കഴിക്കാം ഗൈസ്. നമുക്ക് തൊടുപുഴയിൽ നിന്ന് ഒരു മാങ്ങാച്ചാറ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ട്. ഞാൻ ഓൾറെഡി അതിൽ നിന്ന് കയ്യിൽ നിന്ന് കിട്ടിയപ്പോൾ തന്നെ കുറച്ച് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്കിത് ചോറുമായിട്ട് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ആൻഡ് ഇതിൻ്റെ പേര് ഞാൻ ഇവിടെ സ്ക്രീനിൽ എവിടെയെങ്കിലും കൊടുത്തേക്കാം. സോ കഴിക്കാം. അപ്പം ഇന്ന് കഴിക്കാനായിട്ട് നല്ല മോരുകറി, പിന്നെ നല്ല വെണ്ടയ്ക്ക ഇങ്ങനെ റോസ്റ്റ് പോലെ ഉണ്ടാക്കിയിരിക്കുക കേട്ടോ. പിന്നെ നമുക്കിത് പരവ 2 പൊരിച്ചത്, പിന്നെ നമ്മുടെ അച്ചാറ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, എനിക്കൊരു തൊടുപുഴയിൽ ഒരു കുഞ്ഞു കമ്പനിയിൽ നിന്ന് ഇങ്ങനെ അയച്ചു തന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റ്. നൈസ് കടുകൊക്കെ വറുത്ത് അടിപൊളി. അപ്പോൾ നമുക്ക് കഴിക്കാം. അതിങ്ങനെ ചോറ്, നല്ല ചൂട് ചോറും ഓരോ ഇങ്ങനെ കുഴക്കണം. മുളകും കൂടെ ഇങ്ങനെ കുഴക്കണം. ഈ മോരുകറിയുടെ ഒപ്പം കഴിക്കാനായിട്ട് അടിപൊളിയാണ്. ഈ എന്താ പറയുക, റോസ്റ്റ് പോലെ വെക്കത്തില്ല, മെഴുക്കുരട്ടി പോലെ വെക്കുന്ന ഈ സാധനമൊക്കെ. ഇന്ന് വെണ്ടയ്ക്ക നമുക്ക് അത്രയ്ക്ക് വലിയ താല്പര്യമില്ല. പക്ഷെ ഉമ്മച്ചി നമുക്ക് ഉണ്ടാക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കും. പിന്നെ കുറച്ച് അച്ചാറ്. അപ്പം അച്ചാറിൻ്റെ കമ്പനിയുടെ പേര് ഞാൻ എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അത് കഴിഞ്ഞ ശേഷം മീനിൽ നിന്ന് നല്ല അടിപൊളി ഒരു മൊരിഞ്ഞ പീസിനെ വെച്ചെടുക്കാം. എന്നിട്ട് അതും ഇങ്ങനെ വെച്ച് ഒരു വെണ്ടയ്ക്ക എനിക്കിഷ്ടമല്ല, പക്ഷേ ഇങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ അതുപോലെ അച്ചാറ് നല്ലൊരു എരിവും. സാധാരണ മീനച്ചാറ് വെക്കുമ്പോൾ ഒരു മസാല ഉണ്ടാവില്ലേ, ആ ഒരു മസാലയിലാണ് ഇവർ ഈ അച്ചാറ് വെച്ചേക്കുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. അടിപൊളി. അപ്പം ഞാനിപ്പോൾ തീർക്കട്ടെ. എല്ലാവരും ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിക്കാൻ മറക്കല്ല. അതുപോലെ തന്നെ വെള്ളവും കുടിക്കണം. കുറച്ച് നേരം ഞാൻ വായും പൊളിച്ചിരുന്നതിന് ശേഷം ഇപ്പോൾ സമയം 4:25 ആയിട്ടുണ്ട്. അപ്പോൾ ഐഷ വന്നിട്ടുണ്ട് ഗൈസ്. ഞാൻ നിങ്ങൾക്ക് കുറച്ച് നേരം കഴിഞ്ഞ് കാണിച്ചു തരാം. ഞാൻ ഇനി പോയിട്ട് കുറച്ച് നേരം നടന്നിട്ട് വരാം ഗൈസ്. എക്സസൈസ് ഗൈസ്. അങ്ങനെ നടന്ന് നമ്മൾ കൊയർ ഫ്രെഡിൻ്റെ അവിടെ എത്താറായപ്പോഴത്തേക്കും കണ്ടോ, നടന്ന് ഇവിടെ നല്ല അടിപൊളി ഇങ്ങനെ പൂക്കളുണ്ടായിരുന്നേ. എനിക്കൊന്ന് മേരിഗോൾഡാണെന്നൊന്നും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ഗൈസ്. ഇത് നമ്മുടെ കൊയർ ഫ്രെഡ്. ഞാൻ ഇതിലേക്കൂടെ ഞാൻ എവിടേക്കൂടെയൊക്കെ നടന്നത് എനിക്കെന്നറിയില്ല ഗൈസ്. ഞാൻ എങ്ങോട്ടൊക്കെ നടന്നത്. പിന്നെ ഈ ഹിമാലയമുണ്ട്. ഇവിടെ നിന്നാണ് സൈന്യപ്പിന് ഞാൻ +2 പഠിക്കുമ്പോൾ ഗിഫ്റ്റൊക്കെ മേടിച്ചത്. കേക്കൊക്കെ, കുഞ്ഞ് കേക്ക്, മിഠായി സാധനങ്ങളൊക്കെ കൊണ്ടുവന്നത് സൈന്യൻ്റെ ബർത്ത്ഡേ ഗൈസ്. ഞാൻ അപ്പം നടന്ന് വന്ന് കുളിച്ചെല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പം ഇപ്പം ഈ ലൈറ്റിൽ നിൽക്കുന്നതുകൊണ്ടാണ്. പക്ഷേ നാച്ചുറൽ ലൈറ്റിൽ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ഇവിടെ നെറ്റി നല്ലപോലെ ടാനായിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്കിത് ഈ കോർണറിൽ ഇപ്പം ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് കണ്ടോ, ഇവിടെ ഒരു ടാൻ ഉണ്ട്. നമുക്ക് ആദ്യം AHA പിൽഗ്രിമേജിൻ്റെ അതിൻ്റെ പീലിംഗ് സൊല്യൂഷൻ ഇടാം. അതിന് മുന്നേ നമുക്ക് കുറച്ച് വെള്ളം കുടിക്കണം ഗൈസ്, അല്ലെങ്കിൽ ഈ സാധനം എന്നെ കൊണ്ട് പോകും. അതുപോലെയാണ്. അപ്പോൾ നമുക്ക് ചെയ്യാം ഗൈസ്. ഞാൻ വെള്ളം കുടിച്ചു, പക്ഷേ ഏക്കിൾ മാറുന്നില്ല ഗൈസ്. എന്താണെന്നറിയാൻ പാടില്ല. എനിക്ക് ഏക്കിൾ വന്നാൽ എപ്പോഴും കുറച്ച് സമയം നിൽക്കും. അപ്പം ഞാൻ മറ്റേ AHA BHയുടെ പീലിംഗ് സൊല്യൂഷൻ ഇട്ടിട്ടുണ്ട്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ സ്കിൻ ഇതുമായിട്ട് യൂസ്ഡ് ആണ്. അതുകൊണ്ട് 10 മിനിറ്റ് ഇട്ടിട്ടിരിക്കാം. ഞാൻ പോയി മുഖമൊക്കെ കഴുകി. അപ്പം വ്യത്യാസമുണ്ട്, മൊത്തത്തിൽ പോയിട്ടില്ല. ഒരു തൈരും കൂടി ഇടണമെന്നുണ്ടായിരുന്നു വയസ്സ്. പക്ഷെ തൈര് തീർന്നു പോയത് കാരണം നമ്മൾ തൈര് തേക്കുന്നില്ല. ഞാനിപ്പം ഇറഗുലേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസ് കണ്ടുകൊണ്ടിരിക്കുക നെറ്റ്ഫ്ലിക്സിലേക്ക്. കൊള്ളാട്ടോ വയസ്സ്,
നിങ്ങൾ അത് കണ്ടോ കേട്ടോ, നല്ല രസമുണ്ട്. പിന്നെ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഞാൻ അവിടെ ഇരിക്കും. പിന്നെ ഞാൻ വൈകുന്നേരത്തെ സ്നാക്കൊന്നും പ്രത്യേകിച്ച് കഴിച്ചില്ലെങ്കിൽ വിശക്കണില്ല, അവിടെ പിന്നെ ഒന്നും കഴിച്ചില്ല. വെറുതെ എന്തിനാണ് നമ്മൾ ഡയറ്റിൽ. ഇപ്പോൾ രാത്രി അടിപൊളി ഫുഡാണ്, പക്ഷെ നമ്മളത് കൺട്രോൾ ചെയ്ത് കഴിക്കണം. ഭയങ്കര പാടെന്ന് വെച്ചാൽ ഭയങ്കര പാടാണ്. എനിക്കിവിടെ ഇരിക്കുമ്പോൾ ക്രേവിങ് ആവാണ്, പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു ഒരു 4 കിലോ എങ്കിലും കുറയ്ക്കണം. 4 കിലോസ് കുറയ്ക്കാനാണ് എൻ്റെ പ്ലാന്. 4 കിലോ കുറച്ചേ പറ്റത്തുള്ളൂ. ബിക്കോസ് നമ്മുടെ 5 അടി പൊക്കത്തിന് 4 അടി 4 കിലോ കുറച്ചാൽ കറക്റ്റ് ആവുള്ളൂ. സോ ഇപ്പോൾ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ ഏകദേശം 1 വീക്കായി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട്. വെരി സ്ലോലി നിങ്ങൾ ഒത്തൻറ്റിക് ആയിട്ടുള്ള ഡയറ്റിംഗ് ഒന്നും ആയിരിക്കില്ല കാരണം ഭയങ്കര സ്ലോലി എനിക്ക് എന്താ പറ്റണം അങ്ങനെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. പക്ഷെ നമ്മൾ മുടങ്ങാതെ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്നുണ്ട്. ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ്സ്. പിന്നെ ഇന്നൊരു 45 മിനിറ്റ്സ് നടക്കാൻ പറ്റുള്ളൂ. കാലിൻ്റെ ഫിംഗേഴ്സൊക്കെ വേനിക്കാൻ തുടങ്ങി. സോ ഐ കെയിം ബാക്ക്. അപ്പോൾ അതാണത്. ഞാൻ ഇനി പോയിട്ട് എന്തെങ്കിലും എന്തെങ്കിലുമല്ല ഇറഗുലേഴ്സ് കണ്ടുകൊണ്ടിരിക്കുക. ബാക്കി കാണിച്ചിരുന്നു ഗൈസ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് അടിപൊളി ഫുഡായിരുന്നു രാത്രി കഴിക്കാൻ വേണ്ടി. നല്ല ചിക്കൻ കറിയും ചപ്പാത്തിയും ഒക്കെ ആയിരുന്നു. പക്ഷേ നമ്മൾ ഡയറ്റിലായതുകൊണ്ട് 2 ചപ്പാത്തിയും പിന്നെ കുറച്ച് ചിക്കൻ കറിയെ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. 2-3 പീസ് ചിക്കനൊക്കെ എടുത്ത് കഴിച്ചു, കാരണം നല്ല ആക്രാന്തമായിരുന്നു. ഒന്ന് നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഉച്ചക്ക് കഴിച്ച മാങ്ങാച്ചാറില്ലേ അതും കൂട്ടിയായിരുന്നു. എല്ലാം കൂടെ കഴിക്കാൻ വേണ്ടി നല്ല അടിപൊളി കോംബോ ആയിരുന്നു. പിന്നെ നമ്മളിപ്പോൾ ഡയറ്റിലാണല്ലോ, ഡയറ്റ് എല്ലാം കൂടെ സൂപ്പറായിരുന്നു ഗൈസ്. ഇവരെന്നെ ഡയറ്റ് ചെയ്യാൻ വേണ്ടി സമ്മതിക്കില്ല ഗൈസ്. ഞാൻ പക്ഷെ ഒരു പീസ് കഴിക്കും ഗൈസ്. കാണിച്ചേ വ്യത്യാസം ഉണ്ടോ? ഇല്ല, സെയിം ആണ് ഗൈസ്. ഗൈസ് നമുക്ക് ഒരു സ്ലൈസ് കഴിക്കാം, ഒരേ ഒരു സ്ലൈസ്. ഗൈസ് അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി നമുക്ക് പ്രത്യേകിച്ച് ഒരു പരിപാടിയും തന്നെ ഇല്ല. ഇനി ഞാൻ നെറ്റ്ഫ്ലിക്സിൽ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഇറഗുലേഴ്സ് എന്ന് പറഞ്ഞ സീരീസ് ഞാൻ തീർത്തു ഗൈസ്. ഇറ്റ്സ് റിയലി ഗുഡ്. 8 എപ്പിസോഡ്സ് ആണുള്ളത്, 8 ചാപ്റ്റേഴ്സ് ആയിട്ടാണ് ഉള്ളത്. ആൻഡ് ഒന്ന് എനിക്ക് തോന്നുന്നു ഓരോ മണിക്കൂർ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നല്ല ലോങ് ആണ് ഓരോ എപ്പിസോഡ്, 1 മണിക്കൂർ മേലെ ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. അതൊന്നും ഞാൻ നോക്കില്ല, പക്ഷേ അടിപൊളിയായത്, എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഫാൻറ്റസി ആയിട്ടുള്ളതൊക്കെ. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബൈ.